രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് നിർണായക ദിനമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിലുള്ള രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യാപേക്ഷ എത്തിയത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്വേഷണവുമായി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. ഒരുപക്ഷെ ജാമ്യം നൽകുകയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് സെഷൻസിലേക്ക് പോകുന്നു. ഇപ്പോൾ സെഷൻസ് ആ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. അവിടെയും പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ വെക്കില്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നതാണ്. അതിനുശേഷമാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നതാണ്. അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുന്നത്. അവിടെയും കഴിഞ്ഞ 22-ന് 24-ന് ഈ കേസ് പരിഗണിച്ച് വിധി പറയാനായി വെച്ചിരുന്നുവെങ്കിൽ ആ സമയത്താണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഒരു വോയിസ് ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് സംശയം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും തുടർന്ന് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് ഈ കേസ് വിധി പറയുന്നതിനെ ഇന്നത്തേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ ശേഷം ഇന്ന് ഈ വിധി പറയാൻ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ സമയത്ത് രാഹുലിനെ സംബന്ധിച്ച് പ്രധാനമായും തങ്ങൾ ഉഭയകക്ഷി ബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഇതല്ല, ഇത് തീർച്ചയായും വലിയൊരു കുറ്റം, അതായത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ ജാമ്യം നൽകുന്നത് മറ്റുള്ളവർക്ക് തെറ്റായ സന്ദേശം നൽകും തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ആദ്യ പരാതിക്കാരി നൽകിയ പരാതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതും ഇന്നത്തെ ദിവസം തന്നെയാണ്. കാരണം ഈ പരാതിക്കാരിയുടെ ഒരു സത്യവാങ്മൂലമൊക്കെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിക്ക് യാതൊരു വിധത്തിലും ജാമ്യം നൽകരുത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളടക്കം ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം തനിക്കെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളവ പുറത്തുവിടും, അതുകൊണ്ട് യാതൊരു വിധത്തിലും ജാമ്യ ഹർജി നൽകരുത് എന്നതൊക്കെയാണ് പ്രധാനമായും അവിടെയും ഉന്നയിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചാകും ഇനിയുള്ള ദിവസങ്ങൾ. അത് ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഒരു തരത്തിലേക്ക് മാറും. എന്തായാലും ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. മായ.